ഹായ്, ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ ഉള്ളത്? എല്ലാവരെയും പോലെ എനിക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ഞാൻ പറയട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മലേഷ്യയിലെ ഒരു ഫുഡ് സ്ട്രീറ്റ് ആണേ. ഒരുപാട് ഫുഡിൻ്റെ ശേഖരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സ്ട്രീറ്റ് വൈബാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നമുക്ക് എല്ലാം ഒന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര വലുതാണ്. ഇതിനിടയിൽ കൂടി ഇങ്ങനെ നമ്മൾ കിടന്ന് വരവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടും. ഇത് നോക്കി വെറൈറ്റി മുട്ടായിയുടെ ഒരുപാട് കളക്ഷൻ തന്നെയുണ്ട്. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ഇവിടുന്ന് മാറത്തില്ല കേട്ടോ. എനിക്ക് മുട്ടായിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പം എനിക്ക് മധുരത്തേക്കാൾ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളാണൊക്കെ ഇഷ്ടം. നമ്മുടെ സോസേജ് ഒക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി പല ഫ്ലേവേഴ്സിലുള്ളത് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ നോക്കി ഒരുപാടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ചിക്കനാണ്, പക്ഷെ കളറൊക്കെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ബേബി ക്രാബ്സ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫ്ലേവേർഡ് ആഡ് ആയിട്ടുള്ളതാണ്. അതായത് സാൾട്ടഡ്, പിന്നെ നമ്മുടെ ചീസ് ഫ്ലേവർ, അങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ള കുറേ ഫ്ലേവറായിട്ട് നല്ല സൂപ്പറാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മിക്സ് ചെയ്തിട്ട് വാങ്ങാനായിട്ട് പറ്റും. ഇവിടെ മലേഷ്യയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഒരുപാട് പൈസ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അവർ ജോലി ചെയ്യും, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതിൻ്റെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചു കേട്ടോ. അത്രത്തോളം പൈസയാണ് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് വന്നിട്ടും ഫാമിലി ആയിട്ടൊക്കെ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ ഇങ്ങനെ ഒരുപാട് ഫുഡ് സ്റ്റോൾസ്, സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളുകളൊക്കെ ഒരുപാട് ഉണ്ട്. ഒരുപാട് വിദേശികളൊക്കെ വരുന്നത് കൊണ്ടും അതും ഒക്കെ ഒരു കാരണമാണ്. എങ്കിലും ഇവിടുത്തെ ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൈമും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്. ഫാമിലിയുടെ ആവട്ടെ കൂടുതൽ പൈസയൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെയാണ്. അത് വെറൈറ്റി നമുക്ക് ഇവിടെ കിട്ടാത്ത ഫുഡുകൾ, തായ്ലൻഡ് പോലെ കിട്ടുന്ന എല്ലാ ഫുഡുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോസേജ് ഒക്കെ നോക്കിയേ, ചിക്കൻ, ബീഫ്, അങ്ങനെ പല ക്രാബ്, എല്ലാ സോസേജുകളും എല്ലാ വെറൈറ്റി നമുക്കിവിടെ കിട്ടാത്ത ഫുഡുകളൊന്നുമില്ല. നമുക്കവിടെ ഫിഷിൻ്റെ ഐറ്റംസ് ആണെങ്കിലും ഇതൊക്കെ സോസേജ് പോലെയുള്ള സ്ക്വിഡിൻ്റെ ഒക്കെ സോസേജ് പോലെയുള്ള ഏരിയകളാണ്. ഇത് കൂടുതൽ നമുക്കിങ്ങനെ മോളിൻ്റെ ഏരിയകളിൽ അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുക വലിയ വലിയ ഇടങ്ങളിലൊക്കെയാണ് ഇതുണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫ്രൂട്ട്സിനൊക്കെ ഗാർലിക് വരെ പിക്കിളെന്ന് പറയാൻ പറ്റത്തില്ല, ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പലതരത്തിലുള്ള ഏതൊക്കെ ഫ്രൂട്ട്സ് ആണെന്ന് പോലും എനിക്കറിയില്ല. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്, പക്ഷേ ഇത് നമ്മുടെ കാറ്റഗറി അല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഐസിട്ട് വെക്കും. നല്ല ചൂടത്ത് ഈ ഫ്രഷ് ഫ്രൂട്ട്സ് ഇങ്ങനെ നല്ല തണുപ്പോടുകൂടെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആശ്വാസം ഭയങ്കരമാണ് കേട്ടോ. ഗ്രേപ്സ് തന്നെ 3 വെറൈറ്റി, നമ്മുടെ പിന്നെ വാട്ടർ മെലോൺ, പപ്പായ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞ ഇവിടെ ഈ കട്ട് ഫ്രൂട്ട്സ് നമുക്ക് പല ഫ്ലേവേഴ്സിൽ കഴിക്കാം. അതായത് ഇപ്പം ഉപ്പ് ഒക്കെ വെച്ചിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, അതല്ല മധുരം ചേർത്ത് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, എരിവ് ചേർത്ത് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പല ഫ്ലേവേഴ്സിലുള്ള ഇതാണ് നമുക്ക് കിട്ടുക. എന്നെ പോലെ നിങ്ങളും ഫുഡിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്ന് കരുതുന്നു.